ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. തോപ്പുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പുതുതായി നിർമ്മിച്ച തോപ്പുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു. കേരളത്തിലെ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ കേരളത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപകമാകുന്ന ഒരു ഘട്ടമാണിത്. ഇന്ന് 600ഓളം വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടായി മാറുന്ന അത്ഭുതകരമായിട്ടുള്ള മാറ്റത്തിലേക്ക് കേരളത്തിൻ്റെ റവന്യൂ മേഖലയാകെ മാറുകയാണ്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടു കൂടി കേരളത്തിലെ റവന്യൂ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിരുന്നു കേരളത്തിൽ എല്ലാവർക്കും ഭൂമിയുടെ ഉടമസ്ഥരാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച പട്ടയ മിഷൻ. കേരളത്തിൽ നിലവിൽ ഇവിടെ MLA നേതൃത്വത്തിൽ നടത്തിയതുപോലെ 140 നിയോജക മണ്ഡലങ്ങളിലും MLA അധ്യക്ഷന്മാരായി പഞ്ചായത്ത് മെമ്പർമാർ വരെയുള്ള മുഴുവൻ അംഗങ്ങളെയും ജനപ്രതിനിധികളെയും വിളിച്ചു ചേർത്തുകൊണ്ട് പട്ടയ അസംബ്ലികൾ നടത്തി അവിടെ ഓരോ പ്രദേശത്തെയും ഇനി കൊടുക്കാനുള്ള വ്യക്തിപരമോ കൂട്ടോ ആയ പട്ടയങ്ങളുടെ എണ്ണമെടുത്ത് ആ പട്ടയം വിതരണം ചെയ്യുന്നതിലുള്ള തടസ്സമെന്ത് എന്ന് പരിശോധിച്ച് ജില്ലയിലോ താലൂക്കിലോ തീരാത്ത പ്രശ്നങ്ങളാണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വിധത്തിൽ ശ്രദ്ധേയമായ ഒരു ഇടപെടൽ പട്ടയ മിഷൻ എന്ന ആശയം കൊണ്ട് നടപ്പിലാക്കുകയുണ്ടായി. സർക്കാർ സേവനങ്ങൾ വേഗത്തിലും ആയാസരഹിതമായും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള കർമ്മ പദ്ധതികളാണ് സ്മാർട്ട് വില്ലേജിലൂടെ സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞു. കൊച്ചി MLA KJ മാക്സി അധ്യക്ഷത വഹിച്ചു. ഇടക്കാലം കൊണ്ട് രൂപം കൊണ്ടതാണ് തോപ്പുംപടി വില്ലേജ് ഓഫീസ്. മട്ടാഞ്ചേരി രാമേശ്വരം വില്ലേജിന്റെയും കുറേ ഭാഗങ്ങളാണ് തോപ്പുംപടി വില്ലേജായി മാറിയിട്ടുള്ളത്. ജനങ്ങൾ ഏറ്റവും കൂടുതൽ എല്ലാ ആവശ്യങ്ങൾക്കായി എത്തിച്ചേരുന്ന ഒരു സർക്കാർ സ്ഥാപനമാണ് വില്ലേജ് ഓഫീസ്. ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നടക്കുന്നതാണ് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ. നമ്മുടെ കൊച്ചിയിലെ വില്ലേജ് ഓഫീസുകളിൽ ഇനി എണ്ണം വർദ്ധിപ്പിക്കണമെന്നാണ് ഞാൻ ഒരിക്കൽ നിയമസഭയിൽ സബ്മിഷൻ കൊടുത്തത്. കടമാലി ഭാഗത്തൊരു വില്ലേജ് ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് വില്ലേജ് ഓഫീസുകളിൽ പോയി ക്യൂ നിൽക്കാതെ സേവനം കിട്ടാൻ കഴിയും. അത് അത്രയും കാര്യം ഗവൺമെന്റിന്റെ പരിഗണനയിലിരിക്കുകയാണ്. ഡെപ്യൂട്ടി മേയർ കെ ആൻസിയ, കൌൺസിലർമാരായ M അബീബുള്ള, ഷീബ ഡൂറം, ഷെയ്ല തദൌസ്, ഷീബലാൽ, പൊതുപ്രവർത്തകരായ MK അബ്ദുൽ ജലീൽ, MM ഫ്രാൻസിസ്, മുഹമ്മദ് അനീഫ, അംസ കോയ KK, ഡെപ്യൂട്ടി കളക്ടർ സുനിത ജേക്കബ്, ഫോർട്ട് കൊച്ചി സബ് കളക്ടർ K മീര, കൊച്ചി തഹസിൽദാർ ജോസഫ് ആന്റണി ആർട്ടിസ് എന്നിവർ സംസാരിച്ചു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നുള്ളൊരു മഹത്തായ ഒരു ആശയം, ഒരു മോട്ടോ ആണ് നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ മുന്നോട്ട് വെച്ചത്. അതിന്റെ ഭാഗമായിട്ട് ഒരു സേവനങ്ങൾ സ്മാർട്ടായ മാത്രം പോരാ, ആ സേവനങ്ങൾ സ്മാർട്ടായി കൊടുക്കാൻ നമ്മുടെ ഓരോ വില്ലേജ് ഓഫീസുകളിലും അതിൻ്റെതായിട്ടുള്ള ഫെസിലിറ്റീസ് വേണം, കേപ്പബിലിറ്റി വേണം എന്നുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ നിന്നാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ എന്നുള്ളൊരു ആശയം കേരളത്തിലുടനീളം രൂപം കൊണ്ടത്. നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്ററുടെ ഒരു വിഷൻ തന്നെയാണ് ഇന്നിവിടെ സക്സസ് ആവുന്നത്. നല്ല ഒരു ബിൽഡിംഗ് പബ്ലിക്കിന് വന്നിരിക്കാനും അവർക്ക് സേവനങ്ങൾ ഏറ്റുവാങ്ങാനും പറ്റിയ ഏറ്റവും നല്ലൊരു സ്പേസ് ഒരുക്കുക എന്നുള്ളൊരു കർത്തവ്യം നമ്മൾ ഇന്നിവിടെ തോപ്പുംപടി വില്ലേജിൽ വളരെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എന്നറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.